ഹലോ ഹായ് അസ്സലാമു അലൈക്കും. സിയാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കരിമീൻ, പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന കരിമീൻ എങ്ങനെ ഫ്രൈ ആക്കി എടുക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കരിമീൻ ആദ്യം വൃത്തിയാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്, കട്ട് ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്യുന്നത് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് കത്തിയായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പ്രയാസമാവും. നല്ല ഉറപ്പുള്ള ചിറകൊക്കെയാണ് ഇതിനുണ്ടാവുക, തൂവലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ കത്തിയായിട്ട് മുറിച്ചെടുക്കുമ്പോൾ വളരെ പ്രയാസമാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചിറകൊക്കെ മുറിക്കണം എന്നുണ്ടെങ്കിൽ കത്രിക ഉപയോഗിക്കുക, ബാക്കിയൊക്കെ കത്തി ഉപയോഗിക്കാം കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഹോട്ടലിലൊക്കെ നമ്മൾ കാണുന്നത് അതിൻ്റെ വാലൊക്കെ അതേപോലെ നിർത്തിയിട്ടാണ് നമുക്ക് ഫ്രൈ ആക്കി തരിക. പക്ഷെ നമ്മൾ വാലൊന്നും എടുക്കണില്ല കേട്ടോ, വാലൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ താഴെ ഉണ്ടാവും, ഒരു ഇതിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയത്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബെൽ ബട്ടൺ വരും, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് വരിഞ്ഞു കൊടുക്കേണ്ടത് മസാലകളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള മസാലയാണ് വേണ്ടത്. അതിനായിട്ട് ആദ്യം പുളിവെള്ളം എടുക്കുക, നന്നായിട്ട് കുറുകിയിട്ടുള്ള പുളിവെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ എരിവിൻ്റെ പാകത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ, ഇത്ര ടീസ്പൂണെന്നൊന്നും പറയണില്ല. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട. എരിവൊക്കെ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ടെങ്കിൽ വേണ്ട. ഞാനിവിടെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കുരുമുളക് പൊടി കൂട്ടിയിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ഇഞ്ചില്ല, വെളുത്തുള്ളി മാത്രം. വെളുത്തുള്ളി ഉലുവ കൂട്ടി അരച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ. ഇത് നന്നായിട്ട് മീനുമ്മൽ നല്ല പോലെ ഇത് മിക്സ് ചെയ്തിട്ട് മീനുമ്മ തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ മീനിൻ്റെ ആ വരട്ട ഭാഗത്ത് നമ്മൾ വരഞ്ഞു കൊടുത്ത ആ ഭാഗത്തൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാന് ചൂടാക്കി എടുക്കുക. ഞാനിതാ കായം തേച്ച് വെച്ച മീനാണിത്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മുരിഞ്ഞ രൂപത്തിൽ വേവിച്ചെടുക്കട്ടോ. ഇത് പാനിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിതിൻ്റെ മേലെ കുറച്ച് പെരുംജീരകം, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം തിളക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമാവും. അതിന് വേണ്ടിയിട്ടാണ്, വേറൊരു ടേസ്റ്റ് ആവും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കൊന്ന് മൂടി ഇടണം കേട്ടോ. ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. ഒന്ന് മൂടിയിടുക. അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല പോലെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് നല്ല അടിപൊളിയിൽ ഉള്ളിയൊക്കെ വെട്ടിയിട്ടിട്ട് ഉപയോഗിക്കാം. താങ്ക് യു.